മക്കളെ, അപ്പോൾ നമ്മുടെ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ മിസ് പറഞ്ഞു തരുന്ന ആ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ കറക്റ്റായിട്ട് കഥാപാത്ര നിരൂപണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, റെഡി? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ വേണ്ടത്? കഥാപാത്ര നിരൂപണം നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് ഒരു ഹെഡിങ് അഥവാ തലക്കെട്ടാണ് ആദ്യം വേണ്ടത്, അല്ലേ? അപ്പോൾ ഈ ഹെഡിങ് അന്വേഷിച്ച് തല പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹെഡിങ് എന്ന് പറയുന്നത് കഥാപാത്രത്തിൻ്റെ പേരാണ് നമ്മൾ അവിടെ ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? ഏത് എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ പേരും അതേപോലെ തന്നെ അവരുടെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഇതെന്നും എഴുതിയിട്ട് വേണം കഥാപാത്ര നിരൂപണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഏത് കൃതിയിലെ ആരെഴുതിയിട്ടുള്ള ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? അപ്പം നമ്മൾ ആ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, അല്ലേ? ഇത് ഏത് കൃതിയിലെ ഏത് കഥാപാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് എന്ത് എഴുതണം? ആ കഥാപാത്രത്തിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ വേഷം, ഭാഷ, സ്വഭാവ സവിശേഷതകൾ, ഇങ്ങനെ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. അത് നമുക്ക് ആ കഥയിലോ അല്ലെങ്കിൽ കവിതയിലോ പരാമർശിച്ചിട്ടുണ്ടായില്ലേ? അവരെങ്ങനെയാണ്, അവരുടെ രൂപഭാവങ്ങളൊക്കെ എങ്ങനെയാണ്, അവരുടെ അന്നേരത്തെ എന്താണ് അവരുടെ ആ ഒരു വേഷം എങ്ങനെയാണ്, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കഥയിൽ അല്ലെങ്കിൽ ആ ഒരു കവിതയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് കഥയിൽ അല്ലെങ്കിൽ കവിതയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ എന്താണോ, ഓക്കെ, അതായത് ഭയങ്കര അതീവ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ എന്നുള്ളത് നമ്മൾ അവിടെ വ്യക്തമാക്കണം. പിന്നെ അതേപോലെ തന്നെ കഥയിൽ അല്ലെങ്കിൽ കവിതയിൽ ആ കഥാപാത്രത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം? അടുത്തതായിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് വേണം? അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കഥ അല്ലെങ്കിൽ കവിത നന്നായിട്ട് ആശയമൊക്കെ മനസ്സിലാക്കി നല്ല സെറ്റായിട്ട് നമുക്ക് ആ ഒരു മൊത്തത്തിൽ നന്നായിട്ട് വായിച്ചു നോക്കണം. എന്നിട്ട് ആശയമൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്നാലാണ് ആ കഥാപാത്രത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി അതിനുശേഷം എന്ത് വേണം? ഈ കഥാപാത്രത്തിന് കഥയിലെ മറ്റു കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്, അതേപോലെ തന്നെ കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മ സ്വഭാവങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യണം? അതേപോലെ കഥാപാത്രത്തിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം, ഇതൊക്കെ നമുക്ക് അവിടെ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കഥാപാത്ര നിരൂപണത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി എഴുതുന്ന സമയത്ത് നല്ല മനോഹരമായിട്ടുള്ള ഭാഷാ ശൈലി വേണം. അതേപോലെ തന്നെ നല്ല പദപ്രയോഗങ്ങളൊക്കെ, അല്ലേ, നല്ല പദപ്രയോഗങ്ങളൊക്കെ നടത്താം. പിന്നെ അതേപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അഥവാ കയ്യക്ഷര തെറ്റുകളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് മാക്സിമം നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതെൻ്റെ കുട്ടികൾക്ക് പക്ക ക്ലിയർ അല്ലേ? ഇനി അതിനുശേഷം ഇപ്രാവശ്യത്തെ എക്സാമിന് ഏത് കഥാപാത്ര നിരൂപണമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതായിരിക്കും? ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് നമ്മുടെ തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന് പറയുന്നതിൽ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണം ചോദിക്കാനായിട്ടുള്ള സാധ്യത നല്ലോണം കൂടുതലാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ അകാല നിര്യാണത്തിൽ അതിയായി ദുഃഖിക്കുന്നവൾ, ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കൊടും ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം മനസ്സിൽ സൂക്ഷിക്കുന്നവൾ, അകാലത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട സഹായത, അങ്ങനെ ഇവിടെ കുറേ അവരുടെ പ്രത്യേകതകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സൂചനകളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്ത്രീയെ കുറിച്ചിട്ടുള്ള കഥാപാത്ര നിരൂപണമായിട്ട് ആയിരിക്കും ചോദിക്കുക. ഇതിനാണ് കൂടുതലും സാധ്യത കൂടുതലുള്ളത്, ഈ ഒരു ചോദ്യത്തിനാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഥാപാത്ര നിരൂപണം ചോദിക്കാൻ സാധ്യതയുള്ളത് ഉപ്പുകൊറ്റൻ്റെ കഥാപാത്ര നിരൂപണമായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാധ്യതയുള്ളത് നമ്മുടെ അഗ്നിഹോത്രിയുടെ കഥാപാത്ര നിരൂപണമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നമ്മുടെ സ്ത്രീയെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉത്തരം വേണമല്ലോ നിങ്ങൾക്ക്. മിസ്സേ ഇങ്ങനെ ചോദ്യം മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ എങ്ങനെയാ? ഇതിൻ്റെ കഥാപാത്ര നിരൂപണത്തിന് ഉത്തരം വേണം, അല്ലേ? ഞങ്ങൾക്കത് പറഞ്ഞു തരണം, അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ എൻ്റെ കുട്ടികൾക്ക് അറിയണം. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ കഥാപാത്ര നിരൂപണം എഴുതേണ്ടത് എന്നറിയണം എന്നുണ്ടെങ്കിൽ മറക്കാതെ എന്ത് ചെയ്യുക? മറക്കാതെ ഇന്ന് രാത്രിയും, അതായത് ഇന്നും നാളെ ആയിട്ട് നമ്മുടെ ലൈവ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈവുകൾ ഒരാൾ പോലും മിസ്സാക്കരുത്. കറക്റ്റായിട്ട് തന്നെ കാണാം. ഇന്ന് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് സെറ്റാക്കുന്നു. അതിനുശേഷം നാളെയാണ് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ലൈവും ആരും മിസ്സാക്കരുത്. അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു മക്കളെ.